ഹലോ എവ്രി വൺ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് കാണാം. അതിൽ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പ്യുവർ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇത് യുണീക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതിലേക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഡിസൈനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം പാറ്റേണിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരുന്ന ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൽ കാന്ത എംബ്രോയ്ഡറി ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ നോക്കാം. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഇത് പ്യുവർ ആയിട്ടുള്ള ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട്. നല്ല ഫ്ലോയി ആൻഡ് റിച്ച് ലുക്കിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് യോക്കിലേക്ക് ഇങ്ങനെ ബോക്സ് പാറ്റേൺ ആയിട്ട് ഫാബ്രിക്കിൽ തന്നെ അങ്ങനെ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതൊരു മെറൂൺ കളറിലോട്ട് വരും. പിന്നെ അതിലെല്ലാം ഗ്ലാസ് മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയ ബൂട്ടാസും ഏറ്റവും എൻഡിൽ ബോർഡറായിട്ട് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ആ ഒരു ഗ്ലാസ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിന് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഫാബ്രിക് ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ ചെറിയ ബൂട്ടാസും വരുന്നുണ്ട്, ബോർഡറും വരുന്നുണ്ട്. 2 സ്ലീവ്സിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ ഉണ്ട്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ചെറിയ ബൂട്ടാസും എൻഡിലുള്ള ബോർഡറും വന്നിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ദുപ്പട്ട ഇതിൻ്റെ വരുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലാണ്. ഓൾ ഓവർ നല്ല ഭംഗിയായിട്ടൊരു ഡിഫറെൻറ്റ് ലുക്കിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ചുറ്റും ആ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ചെറിയ ബൂട്ടാസ്, മിഡിലായിട്ടൊരു വലിയ ബൂട്ട ഡിസൈൻ വരുന്നുണ്ട്. 4 കോർണറിലും ടാസൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയിലോട്ടും ആ ഒരു ബോർഡറിലെല്ലാം മിറർ വർക്ക് വരുന്നുണ്ട്. ഇടയ്ക്കുള്ള ബൂട്ടാസിലും എല്ലാം ആ ഒരു മിറർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഗ്ലാസ് മിറർ വർക്ക്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈവൻ നൈറ്റ് ഫംഗ്ഷനൊക്കെ നന്നായിരിക്കും. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണാണ്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ കളേഴ്സ് ഇതിൽ അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഡാർക്ക് മെറൂൺ ആണ്. അതിലോട്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ആ ഒരു നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഡീപ്പ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ യോക്കിലോട്ടെല്ലാം ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് എൻ്റെ വരുന്നത്. ചുറ്റും ദുപ്പട്ടയുടെ ചുറ്റും ആ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ. ഇത് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ ഒരുപാട് പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിലോട്ട് പീച്ചാണ് മെയിൻ ഷെയ്ഡ് വന്നിരിക്കുന്നത്. യോക്കിലേക്ക് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ, അതിലേക്ക് പീച്ചിൻ്റെ തന്നെ പല ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റിങ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫുള്ളായിട്ട്. ഈവൻ ഇതിലേക്കും ആ ഡിജിറ്റൽ പ്രിൻ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈലൈറ്റിംഗ് ആയിട്ട് പീച്ച് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട യോക്കിലുള്ള പാറ്റേണിലാണ് ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ് ടോണിലോട്ട് മിഡിൽ പോർഷൻ വന്ന് ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈനാണ്. ഇപ്പോൾ ലിനൻ കോട്ടണിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലിനൻ കോട്ടൺ ആണ്. ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡിലോട്ടാണ് വരുന്നത്. യോക്കിലേക്ക് അതിനുള്ള കോമ്പിനേഷൻ അനുസരിച്ചുള്ള ഡിജിറ്റൽ പ്രിൻ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കളേഴ്സ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈവൻ ഡിജിറ്റൽ പ്രിൻസിന് ബോട്ടം വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ. അടുത്ത ഷെയ്ഡ് വരുന്നത് ടർക്കോയ്സ് ആണ്. ഒരു ലൈറ്റ് ടർക്കോയ്സ് ഷെയ്ഡിലോട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം പാറ്റേണിൽ തന്നെ വരുന്നുണ്ട്. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ബട്ടർ യെല്ലോ കളറിലാണ്. ഇങ്ങനെ 4 ഷെയ്ഡ്സാണ് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1599 റേഞ്ചിലാണ് കേട്ടോ ഈ ലിനൻ കോട്ടൻ്റെ സെറ്റുകളൊക്കെ വന്നിട്ടുള്ളത്.